ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ അവിടെ കൃഷി വന്നതിന് ശേഷം തന്നെ ഇവരെല്ലാം തന്നെ കൺമണിയെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ. അവൾ ആരാന്ന് അവളുടെ വിചാരം, ഇത്രയും ചെയ്തു വെച്ചത് അവളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് എന്ന രീതിയിലൊക്കെ മാനസി മാന്യമ്മി എല്ലാവരും പറയുമ്പോഴത്തേനും കൃഷ് അവിടെ ചൂടായി തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ കൺമണിയെ അവളെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി മേലാൽ അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അടങ്ങിയിരിക്കുന്നു ആരും വിചാരിക്കേണ്ടെന്ന് പറയുന്നു കേട്ടോ. പിന്നെയും കൺമണി വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ അച്ഛനും അമ്മായിമാരും ഗൂഗിളും എല്ലാവരും വലിയൊരു സ്വീകരണമായിട്ട് കൊടുക്കുന്നത്. വളരെയധികം സ്നേഹത്തോടു കൂടി അവളോട് സംസാരിക്കുന്നു കേട്ടോ. നീ ഞങ്ങളുടെ അഭിമാനമാണെന്നൊക്കെ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഓഫീസിൽ തന്നെയാണ് കേട്ടോ. ഓഫീസിൽ കൺമണി ചെല്ലുമ്പോഴത്തേനും ദേവ് സാറ് നല്ലൊരു സ്വീകരണം കൺമണിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കമ്പനിയിൽ എല്ലാം തന്നെ കൺമണിയാണ് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം തന്നെ മാനസയെ വിളിച്ചുകൊണ്ട് ശ്രീദേവി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ദേവ്ജി അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണെന്നൊക്കെ. അവളിപ്പോൾ കൺമണി ഈ ഓഫീസിലെ സ്റ്റാർ ആണെന്ന് പറയും, സൂപ്പർ സ്റ്റാർ ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന മാനസയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയും ബലരാമൻ്റെ അടുത്തേക്ക് ഭാഗ്യശ്രീ, വലിയ കുഴപ്പമില്ല, ബലരാമനും അസുഖമൊക്കെ കുറേ ഭേദപ്പെട്ട് വരുന്നു. പിന്നെ സുമിത്രയും ബാലുവിനെ ആണെങ്കിലും ജയിലിൽ കൊണ്ട് ആക്കിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവരെക്കുറിച്ച് ടെൻഷനൊന്നുമില്ല ഇപ്പം. അതിനുശേഷം തന്നെ സംസാരിക്കുന്നുണ്ട്. സാഗർ സാർ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. എനിക്ക് അദ്ദേഹത്തെ കാര്യം ഓർക്കുമ്പോഴത്തേനും എൻ്റെ അച്ഛനെ ആണ് ഓർമ്മ വരുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞാലും എനിക്കങ്ങനെ ഒന്നും തോന്നാറില്ല. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് എന്നെ ശാസിക്കുന്ന പോലെ തോന്നിയിട്ടുള്ളതെന്ന് പറയുന്നു. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ ഏട്ടാ ഉണ്ടാവുള്ളൂ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകനല്ലേ ഏട്ടൻ എന്ന് പറയുന്നു. അപ്പം ബലരാമൻ അഞ്ഞ് ഞെട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ ഭാഗ്യശ്രീ എല്ലാം തുറന്ന് പറഞ്ഞില്ല. അല്ല, ആ ഒരു സ്ഥാനമല്ലേ ഏട്ടനുള്ളത് എന്ന രീതിയിൽ മാറ്റി പറയുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വീട്ടിലേട്ടോ. സാഗറിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവിടെ ബലരാമനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ബലരാമൻ്റെ പേര് വേറെയാണെന്ന രീതിയിൽ അങ്ങനെ തൻ്റെ മൂത്ത മകനെക്കുറിച്ചൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ് കൺമണിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. വിളിക്കുമ്പോഴത്തേന് കൺമണി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. എടുത്തതിന് ശേഷം വീണ്ടും കട്ടാക്കി വിടുകയായിട്ട് ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന കൃഷ്ണാകെ ദേഷ്യം വരുന്നു, സങ്കടമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കാരണം കൺമണി മനഃപൂർവ്വം എല്ലാത്തിൽ നിന്നും അകന്ന് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ എന്തായാലും കൃഷ് പുറകെ കൂടും. എന്തായാലും സാഗറും സുജുവും കൺമണിയെ തന്നെ കൃഷിൻ്റെ ഭാര്യയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്ന എപ്പിസോഡായിട്ട് കാണാം.